എന്താ മോനെ കാര്യം പറ. എല്ലാവരും ഒളിച്ചോടുക. എനിക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടണം തോന്നുന്നച്ചാ. നീ എന്തിനാ ഒളിച്ചോടുന്നത്? വയ്യ അച്ഛാ, എനിക്കിനി നമ്മുടെ പത്രത്തിൽ ജോലി ചെയ്യാൻ വയ്യ. എഴുത്തുപുരയിലെ കാരണമെന്ന് പോലുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാകുന്ന അവസ്ഥയിലല്ല എഴുത്തുപുര വീടും നമ്മുടെ പത്രവും. മലയാള ശബ്ദം നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അനന്തരാമന്റെ നീക്കങ്ങൾ. അപ്പൻ ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും പത്രം അവന്റെ കയ്യിലിരിക്കും. അത് സംഭവിക്കരുത്. ഞാൻ എന്ത് ചെയ്യണോ അച്ഛാ? ഇപ്പോ നീ ഒന്നും ചെയ്യണ്ട. എസ്റ്റാബ്ലിഷ് യുവർസെൽഫ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ. നിന്നെ പേടിക്കുന്ന രീതിയിൽ നീ വളരണം. അതിന് കൈക്കരുത്തും ആവേശവും മാത്രം പോരാ. പണം, മണി. മണി ഈസ് ദി ഫോഴ്സ്. കാലം എന്ന് പേടിക്കുന്നത് പണത്തെയാണ്. നീ പണമുണ്ടാക്കണം. മുത്തശ്ശിയെയും നിന്റെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ. കാൻ യു മേക്ക് ഇറ്റ്? എന്റെ കയ്യിലാകെയുള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അച്ഛാ. വണ്ടി ഓടിക്കാൻ അറിയാം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. പണമുണ്ടാക്കണം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. അണ്ണാ, ഞാൻ പോയി നോക്കിയിട്ട് വന്നാലോ? അണ്ണനെ കണ്ട ഒരുപക്ഷെ സായിപ്പിന് പഴയ വൈരാഗ്യം ഉണ്ടാവും. അക്ഷരങ്ങളിൽ അല്ലാഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തമ്പ്രാൻകുട്ടി, നമ്മള് കൂലിത്തല് നിർത്തി നിങ്ങൾ കാരണം. 5 നേരവും നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ കാരണം. ഇപ്പൊ വന്നത് എനിക്ക് പരീതിന്റെ സഹായം വേണം. നമ്മള് നിങ്ങളെ സഹായിക്കണോ? എന്തു വേണം പറയും. നിങ്ങളെല്ലാം പോയിൻ. റഫീഖേ, തമ്പ്രാൻകുട്ടി സുലൈമാനി എടുക്കട്ടെ. എന്താ അത്? കട്ടൻ ചായ. റഫീഖെ 3 സുലൈമാനി. വരീൻ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറയും. എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണം? അറിഞ്ഞൂടാ. കുറെ പണം വേണം. എനിക്ക് മാളികയൊന്നും പണിയാനല്ല, നല്ലത് പറയാനും ചെയ്യാനും എഴുതാനും വേണ്ടി. തമ്പ്രാൻകുട്ടി പറയണത് നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. പറയാം. പരീതേ, ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പത്രം വിട്ടു. ഞാനും പത്രം വിട്ട് പരീതിനെ കാണാൻ വന്നിരിക്കുകയാണ്. നശിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതാക്കി രക്ഷിച്ചെടുക്കണം. അച്ഛന് വാക്കുകൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പ്രാൻകുട്ടി, പണം നമ്മളുണ്ടാക്കി തന്നാ പോലെ? പോരാ, അത് ഔദാര്യമാവും. നാളെ പരീതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ എന്റെ കൈവിറയ്ക്കും. കൈവിറയ്ക്കാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ പത്രത്തെ രക്ഷിച്ചെടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്താ പരീതി ഒരു വഴി? തമ്പുരാൻകുട്ടിക്ക് ഏത് വഴിയാണ് പറ്റിയത്? ഏത് വഴി എനിക്ക് പറ്റും. ആ സ്പിരിറ്റ് ലോറി എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കാം. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഏർപ്പാടാക്കോ? പരീതിനോടൊപ്പം ഞാനും കൂടാം, വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ പൊന്നു തമ്പുരാൻകുട്ടി, പരീത് ഈ ലോകത്ത് നിങ്ങളെ അല്ലാതെ മറ്റാരെ വിശ്വസിക്കാനാ? നിങ്ങള് നമ്മളോടൊപ്പമല്ല, നമ്മള് നിങ്ങളോടൊപ്പമാ. കുടിക്കീൻ. അണ്ണാ, ഈ സ്പിരിറ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എല്ലാത്തിനും ഒരു നല്ല സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. അനപ്പാ, നിന്നെ മാമോദീസ മുഖ്യ സ്പിരിറ്റ് തന്നെ, ഇവന്റെ നോട്ടത്തിൽ തന്നെ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഇടാ ചേട്ടാ, തമാശയല്ലേ ഇത്? പോലീസ് ചേട്ടാ, നിർത്തരുത്, ചവിട്ടി വിട്ടോ. സ്പിരിറ്റ് കള്ളക്കടത്ത്. എഴുത്തുമുറയിലെ അബ്കാരി തമ്പുരാൻ
അകത്താവുമ്പോ അറിയും. പാരമ്പര്യം പ്രസംഗിച്ച് ഇറങ്ങിപ്പോയതല്ലേ. ഈ പഠിക്കാതെ ജാതി അവനെ കേട്ടില്ല. വിശ്വലക്ഷ്മി തമ്പുരാട്ടി കേട്ടല്ലോ. ഞാൻ എങ്ങോട്ടും ഇല്ല, നീ പൊയ്ക്കോ. എനിക്ക് കാവല് കിടന്ന് നിന്റെ ലൈഫ് എന്തിനാ കളയുന്ന? ചേച്ചി ഒറ്റയ്ക്കാവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിനക്ക് പോണെങ്കിൽ നീ പോണം. നല്ല ജോലിയാ ചേച്ചി. ഷാരട്ടൺ ടവേഴ്സ് ഹൈദരാബാദിലെ ഒരു നല്ല ഹോട്ടലാ. അവിടെ കാറ്ററിംഗിന് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടാന്ന് വെച്ചാ ഇറ്റ്സ് മോർ ദൻ ലക്ക്. ചേച്ചിയും കൂടെ വരണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഡോണ്ട് ബോദർ അബൌട്ട് മീ. 29, 30 30 lakhs ഉണ്ട് സാർ. കുറച്ച് കയറ്റി വെട്ടും എന്നവര് പറഞ്ഞിട്ടുണ്ട്. ആരെ കയറ്റി വെട്ടുമെന്ന്? അല്ല, പറഞ്ഞതിലും കുറച്ച് കൂടുതൽ കയറ്റി വെട്ടും. മരം. ഓ, മരം കയറ്റി വെട്ടുന്നതൊക്കെ കൊള്ളാം. വെട്ട എന്റെ കസേരയിലാകരുന്ന് മാത്രം. നിങ്ങളുടെ ഷെയർ എടുത്തോ? അത് സാറിന്റെ കൈകൊണ്ട് തന്നെ എടുത്ത് വർമ്മ സാറിന് കൊടുത്താൽ മതി. മിസ്റ്റർ അനന്തരാമൻ, ഞാൻ പണം കൈകൊണ്ട് തൊടാറേയില്ല. അനന്തരാമന്റെ ബുദ്ധിയിൽ നാപ്തലിൻ പൗഡർ ഇട്ട് CBI കൊണ്ട് എന്നെ പിടിപ്പിക്കാനോ മറ്റോ ആണെങ്കിൽ അയ്യോ, ഞാൻ വിരല് പതിച്ചാറുണ്ടല്ലോ. അനന്തരാമൻ തന്നെ എടുത്തു കൊടുത്തേക്കേ. സാറിനെ ചീറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇതുപോലുള്ള വൻ തുകകളായിരിക്കില്ലേ സാർ? അങ്ങനെ ഞങ്ങൾ ചെയ്യുമോ സാർ? ആ, വരട്ടെ മിസ്റ്റർ വർമ്മ. ഇനിയും ഇങ്ങനെ കാണാം. അപ്പൊ ശരി സാർ. എല്ലാവരുടെ കയ്യിലും കള്ളപ്പണമുണ്ട്. മൊബിലൈസ് ചെയ്യണം. ഇരിക്കെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ കുറച്ച് ഷെയർസ് ഫ്ലോട്ട് ചെയ്തുകൂടെ? ഷെയറോ? എന്തിന്? ഈസി മണിയാ. മറ്റു പല ബിസിനസ്സുകളിലേക്ക് നമുക്ക് ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് വിടാം. അതിപ്പോ ഞാൻ മാത്രം? എല്ലാവരോടും ആലോചിച്ച് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശിയുടെ ഓതറൈസേഷൻ മാത്രം മതി. ഷെയർസ് വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താടി? Why are you staring at me, you bloody bitch? പിടിക്ക്! മാറ്! ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. എന്താ ഇത്? നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഷെയർസ് ഫ്ലോട്ട് ചെയ്യണം. അതിനുള്ള ഓതറൈസേഷനാ. ഷെയർ പിരിക്കാനോ? എന്തിന്? എനിക്ക് പുഴുങ്ങി തിന്നാൻ. എല്ലാം അറിയാമോ പാർവതി മേനന്? എന്താ ഇപ്പൊ ഇതിന്റെ ആവശ്യം? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. ലേലം വിളിച്ച് കളയണോ നടത്തിക്കൊണ്ട് പോണോ? നടത്തിക്കൊണ്ട് പോണെങ്കിലേ ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് കൊടുക്കരുതമ്മേ. വെളിവില്ലാതെ ഓരോന്ന് പറയാ. എനിക്ക് മാത്രം വെളിവില്ല. സ്പിരിറ്റ് കള്ളക്കച്ചവടം നടത്തുന്ന അനിയൻകുട്ടിന് വെളിവുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ KK മേനന് വെളിവുണ്ട്. ഈ വീടിന്റെയും പത്രത്തിന്റെയും ചുമതല ഒറ്റയ്ക്ക് എടുത്ത് നടത്തുന്ന എനിക്ക് മാത്രം വെളിവില്ല. സമ്മതിച്ചു. അമ്മയും മോളും കൂടി നടത്തിയാ മതി പത്രം. ബഹളം വയ്ക്കണ്ടപ്പ. കാലത്തൊപ്പിട്ട് തന്നാ പോരെ. പോയി കിടന്നുറങ്ങ് എന്റെ വിഷ്ണുമായേ. സുദർശനെ കല്യാണം കഴിക്കാൻ MD നിർബന്ധിച്ചത് ഞാനാ. നടക്കാതെ പോയത് വലിയ നഷ്ടമായിപ്പോയി. ആ, അതൊക്കെ പോട്ടെ. ഇനി എന്താ ഭാവം? വാതിലടയ്ക്കണം. ഓ, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതാ ഞാൻ പറയാൻ വന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല സുദർശനിക്ക്. ആ സമയത്ത് വന്നൊരു ആഭാസനായിട്ട് എന്നെ കാണരുത്. എന്ത് സഹായത്തിന് ഞാൻ ഉണ്ടാവും. Get out. I say get out. എന്താ ചേച്ചി? എന്തിനാ അയാൾ വന്നത്? സഹതാപം അറിയിക്കാൻ. കാര്യങ്ങൾ ഈ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഒരു കാർ വാങ്ങിക്കാം, ഇല്ലേണ്ടാ? എന്നാ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴൊന്നും വേണ്ട, പിന്നെ മതി. ഞാൻ പറയുന്നതാണ് കേൾക്കുന്നുണ്ടോ? പറ കേൾക്കുന്നുണ്ട്.
അണ്ണ ഒരു കാറ് വാങ്ങിച്ച് പിന്നെ ഒരു കാറ് വാങ്ങിച്ച് ഒരുപാട് കാശുണ്ടാക്കി പത്രമൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോ എന്തെങ്കിലും മിച്ചം കാണുമല്ലോ, അത് ചില്ലറാക്കി എനിക്ക് തരണം. എന്തിനാ ചില്ലറയായിട്ട്? അത് ഒരു കാര്യമുണ്ട്. പറയാം, ആദ്യം വണ്ടി നിർത്തണം. നിനക്ക് മൂത്രം ഒഴിക്കാനാ? വണ്ടി നിർത്തണം അണ്ണാ. വണ്ടി നിർത്തിയിട്ട് അത് പറഞ്ഞാലേ ശരിയാവും. അതുകൊണ്ടാ പ്ലീസ് ഒന്ന് നിർത്തണം. മടി നിറയെ ചില്ലറ അണ്ണൻ തരുന്നത്. ആ ചില്ലറയുമായിട്ട് ഞാൻ നാഗർകോവിലിൽ ചെന്നിറങ്ങുന്നു. അവിടെയുള്ള പാവങ്ങൾക്ക് മുഴുവൻ ഞാൻ കൊതുക് തിരി വാങ്ങിച്ചു കൊടുക്കുന്നു. കൊതുകുകളില്ലാത്ത ഒരു നാഗർകോവിൽ, അതാണ് എന്റെ സ്വപ്നം. ചിഞ്ചിലം ആ ചിഞ്ചിലം. നിനക്ക് വീണ്ടും അസുഖം തുടങ്ങിയല്ലേ? ഇല്ലില്ല, എനിക്ക് തോന്നിയല്ല അണ്ണാ, സത്യമായിട്ടും എന്നെ കൊതുക് അടിച്ചതാ. നമസ്കാരം. ചൈതന്യാശ്രമം. വീട് വിറ്റ് കഴിഞ്ഞ ചേച്ചി പൈസ അയച്ചു തരാം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടണം. പണം സൂക്ഷിച്ച് ചെലവാക്കണം. റെഗുലറായിട്ട് കത്ത് എഴുതണം. ചേച്ചിക്ക് നീ മാത്രമേ ഉള്ളൂ, അറിയാലോ. പൊയ്ക്കോ. വീട് വിൽക്കാനുണ്ടെന്നറിഞ്ഞു. എന്ത് വിലക്കാണെങ്കിൽ കൊടുക്കും. അഡ്വാൻസ് എത്ര വേണം അമ്മയ്ക്ക്? എന്തിനാ സുധു നീ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത്? എനിക്കിവിടെ ജോലി കിട്ടി. കുഞ്ചു എവിടെ? അവൻ പോയി. അവനും ജോലി കിട്ടി ഹൈദരാബാദിൽ. അവിടെ ആശ്രമമുണ്ടോ? നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നീ കാണിച്ചൊക്കെ ശരിയാണെന്നാണോ? അല്ല, ശുദ്ധ തെമ്മാടിത്തരാണ്. പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷെ നിനക്കിപ്പോ വട്ടാണ്, മുഴുത്ത വട്ട്. എല്ലാവരും തോപ്പിക്കാൻ വേണ്ടി സ്വയം തോറ്റു കൊടുക്കുന്ന വട്ട്. ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ. ഇനി എങ്ങനെയൊക്കെയാണോ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? പ്രിപ്പയർഡ് ആയിട്ടിരിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അനിയൻ ചേട്ടൻ പൊയ്ക്കോട്ടെ. അനിയൻ ചേട്ടന്റെ വീട്ടിലേക്ക്. ഒരുപാട് ബന്ധുക്കൾ അവിടെ കാത്തിരിക്കുക വെച്ച് വിളമ്പിത്തരാൻ. നിന്റെ വേഷമുണ്ടല്ലോ എനിക്ക്. തമ്പ്രാൻകുട്ടി, ഈ കണക്കിൽ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ ഏറ്റവും വലിയ അബ്കാരി തമ്പ്രാൻകുട്ടിയായിത്തീരും. പിന്നെ ഈ ദുനിയാവിലുള്ള എല്ലാ പത്രവും തമ്പ്രാൻകുട്ടിയുടെ കയ്യിലാവും. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ പരിതേ. അത് നേടിയിട്ടേ ഞാൻ മുത്തശ്ശിയെ കാണാൻ വരുള്ളൂ. പരമേട്ട അതാ വരണു. ഇതെങ്ങോട്ടാ? എന്നെ നട റോട്ടിൽ ഇറക്കി വിട്ടതല്ലേ? ഇറക്കി വിട്ടതല്ല, നീ ഇറങ്ങിപ്പോയതാ. വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഞാൻ ഈ വീടിനകത്ത് കിടക്കുന്നില്ല. എങ്കിൽ നീ ദോ അവിടെ പോയി കിടന്നോ. എന്നാലേ അവിടെ അവിടെ കിടക്കുന്നില്ല, ഇവിടെ കിടക്കുന്നുള്ളൂ. രാത്രി മുഴുവൻ